പ്രിയമുള്ളവരെ, വചനജ്വാല 1235 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 17 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 14 അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളും 15 അധ്യായം 1 മുതൽ 5 വരെയുമുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക. ദൈവ നിഷേധകന്റെ മൗഢ്യം. ഗായക സംഘ നേതാവിനെ ദാവീദിന്റെ സങ്കീർത്തനം 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ തുടരുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എന്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും. എന്തെന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ്. നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും, എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, കർത്താവ് തന്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. നമ്മൾ 15 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ചെറിയ അധ്യായമാണ്. അവിടേക്ക് പ്രവേശിക്കുന്നു. നീതിയുടെ മാനദണ്ഡം. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതിമാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഈജിപ്തിലെ ഒരു ധനിക കുടുംബത്തിൽ 251 ജനനം. 20-ാം വയസ്സിൽ വിശുദ്ധ കുർബാനയുടെ സുവിശേഷത്തിൽ നിന്നും കേട്ട വചനം, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിനക്കുള്ള സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആന്റണി അപ്രകാരം ചെയ്തു. മറ്റ് സന്യാസികളുടെ ജീവിതമുറ മനസ്സിലാക്കി നൈൽ നദിയുടെ കിഴക്ക് ഭാഗം ഏകാന്തമായി ഭജന ആരംഭിച്ചു. ഒരുപാട് പേർ ആന്റണിയെ അനുകരിച്ചു. അവർക്ക് വേണ്ടി ഒരു സന്യാസ ജീവിത മുറ ക്രമപ്പെടുത്തി. ശിഷ്യരുടെ ബാഹുല്യം മൂലം മറ്റൊരു വനത്തിലേക്ക് മാറി. 45 വർഷം അവിടെ മാർ അന്തോണിയൂസ് എന്ന ആശ്രമത്തിൽ താമസിച്ചു. ഈ ഏകാന്തവാസത്തിനിടയ്ക്ക് 60-ാം വയസ്സ് അലക്സാണ്ട്രിയയിലേക്ക് പോയി.
മതമർദ്ദന വിധേയരായവരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചു. 88-ാം വയസ്സിൽ വീണ്ടും പോയി ആര്യൻ പാഷണ്ഡികളെ മനസ്സു തിരിക്കാൻ ശ്രമിച്ചു. പിശാചുക്കൾ ആന്റണിയെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ഒരിക്കൽ മൃതപ്രായനാക്കി എന്നും പറയപ്പെടുന്നു. ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് എന്നെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നും അകറ്റാൻ കഴിയില്ലെന്നും അദ്ദേഹം പിശാചുക്കളോട് പറഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ മാത്രം അപ്പവും വെള്ളവും മാത്രം കഴിച്ചിരുന്ന ആന്റണിയെ അനുകരിക്കുക നമുക്ക് എളുപ്പമല്ല. ഈ പ്രായശ്ചിത്തവും ഏകാന്തതയും വന്യജീവിതവും 105 വയസ്സുവരെ ജീവിക്കാൻ തടസ്സമായില്ല. നമുക്കും വിശുദ്ധ ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയുടെ മധ്യസ്ഥം യാചിച്ച് അദ്ദേഹത്തെ പോലെ ജീവിക്കാനായി ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.